പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവിനേക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നാം പ്രതീക്ഷിച്ച ചില വഴികൾ അടയുമ്പോൾ നാം പ്രതീക്ഷയോടെ ആ വഴികൾ എനിക്ക് മുമ്പിൽ അടയത്തില്ല, അതൊരു സേഫാണ് എന്ന് ചിന്തിക്കുന്ന ചില മേഖലകൾ, ചില വഴികൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതിനെ ഓർത്ത് വേദനപ്പെടുന്നുണ്ടെങ്കിൽ, നിരാശയോടെ അതിനെ ഓർത്ത് ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള താങ്കളോട് പറയാനൊരു ദൂത് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ സന്ദേശം ശ്രവിക്കുക. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ടവർ കനാൻ ദേശത്ത് വിളവ് കൊണ്ട് ഉപജീവിച്ചു. വളരെ സുപരിചിതമേറിയ ഒരു ചരിത്രമാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ട സമയത്ത് പിതാവായ ദൈവം അവർക്ക് നൽകിക്കൊടുത്തു. മന്ന, കാടപ്പക്ഷി, വെള്ളം, പാറയിൽ നിന്നുള്ള വെള്ളം, ചെങ്കടലിനെ വിഭജിക്കുക എന്നുവേണ്ട അവർ ദൈവസന്നിധിയിൽ ചോദിച്ചതും മോശയോട് പിറുപിറുത്തതുമായിട്ടുള്ള സകല വിഷയങ്ങളിലും ദൈവം അവർക്ക് മറുപടി കൊടുത്തു. എന്നാൽ ഇവിടെ മോശയ്ക്ക് ശേഷം നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുന്ന യോശുവയുടെ നേതൃത്വത്തിൽ മുൻപോട്ട് വരുമ്പോൾ വായിച്ച വേദഭാഗം എങ്ങനെയാണ്? ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സമയം ഇങ്ങനെയാണ് വായിച്ചു കേട്ടത്. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. അപ്പം മന്ന കഷ്ടപ്പെടാതെയും മന്ന ദൈവത്തിൻ്റെ ദാനവുമായി കിട്ടിയതാണ്. അതിന് പക്ഷെങ്കിൽ ചിലപ്പോഴൊക്കെ രുചിയില്ലെന്നും കൊത്തമ്പലരി പോലിരിക്കുന്നെന്നും കുറ്റമൊക്കെ പറയും. പ്രൈസ് ഗോഡ്. എന്നാൽ മന്ന നിന്നുപോയപ്പോൾ അവർ പട്ടിണിയായിരുന്നോ, ദാരിദ്ര്യം അനുഭവിച്ചെന്നോ എന്നല്ല വായിക്കുന്നത്. അവർ ദേശത്തിൻ്റെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം. അപ്പം ദൈവം എവിടെയെങ്കിലും ഒരു വഴി തുറക്കാതെ, ഒരു മാർഗം കാണാതെ ഒരിക്കലും ഒരു വഴി അടച്ചു കളയത്തില്ല. പക്ഷെ നമ്മുടെയൊക്കെ വേദനയും പ്രയാസവും ഭാരവും, നമ്മുടെയൊക്കെ ചോദ്യവും ഇതാണ്: എന്തുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച വഴി തുറന്നില്ല? എന്തുകൊണ്ട് എൻ്റെ പ്രതീക്ഷയ്ക്കത്തോളം അവരെന്നെ സഹായിച്ചില്ല? അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഈ വഴി എനിക്ക് തുറന്നു കിട്ടിയില്ല? പ്രിയരെ, ഈ സന്ദേശം പറയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തതും കാടപ്പക്ഷിയെ കൊടുത്തതും പരിചിതമാകുമ്പോഴും അവർ കനാൻ ദേശത്തെത്തി ആ ആണ്ടിൽ അവർക്ക് അവിടുത്തെ വിളവ് കിട്ടിയെന്നതും വാസ്തവമായിരിക്കും പോലും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ദൈവിക സന്ദേശം താങ്കൾക്ക് മുമ്പിൽ ഒരു ഉറവ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, താങ്കൾക്ക് മുൻപിൽ ഒരു വഴി അടഞ്ഞു നിൽക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അതേ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. മറ്റൊരു വഴി നമുക്ക് വേണ്ടി ദൈവം തുറന്നിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന മഹത്വകരമായ കാര്യം അത് തന്നെയാണ്. കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിയത്, കർത്താവ് അടുത്തത് സാരെഫാത്തിൽ ഒരു വിധവയുടെ ഭവനത്തിൽ പോകാനായിട്ട് ഏലിയാവിന് നിയോഗം കൊടുക്കാനാ. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ
അതേ രൂത്തെ, നിന്റെ ആമിഷ്ട്രോത്രം നിൽക്കുന്ന സ്ഥലത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇറങ്ങിത്തിരിച്ച് അപ്പത്തിന്റെ ഭവൻ എന്ന ബെത്ലഹേമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചു മുൻപോട്ട് പോയി. നീ ചെന്ന മിസ്രയീമിൽ നിനക്ക് നാശനഷ്ടങ്ങളും ആളഭായവും ഉണ്ടായി. എന്നാൽ പറ്റിച്ചേർന്ന് നിന്ന രൂത്തെ നിനക്ക് വേണ്ടി ഒരു ബോവസിന്റെ വയൽ കരുതിയിട്ടുണ്ട് എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ തിരുവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വഴി അടഞ്ഞാൽ അടുത്തത് തുറക്കാൻ കരുത്തുള്ള സന്നദ്ധനായ ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം. ഇവിടെ വായിക്കുന്നത്, ആ ആണ്ടിൽ എന്ത് ചെയ്തു? കനാൻ ദേശത്തിലെ വിളവ് അവർ അനുഭവിച്ചു. എന്തിനാണോ ഇറങ്ങിത്തിരിച്ചത്? ഏത് പ്രതീക്ഷ കൊടുത്താണോ ദൈവം വിളിച്ചത്? ആമേൻ, സ്തോത്രം. ആ പ്രതീക്ഷയിൽ എത്തിക്കുന്നിടം വരെ, ആ വാഗ്ദത്ത കനാനിൽ എത്തിക്കുന്നിടം വരെ മഞ്ഞ നിന്നുപോയിട്ടില്ല. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാനൊരു പ്രവചന ശബ്ദം കൈമാറാൻ ആഗ്രഹിക്കുന്നത്, എവിടെയൊക്കെയോ വഴി അടഞ്ഞ്, എവിടെയൊക്കെയോ മുൻപോട്ട് പോകാൻ കഴിയാതെ തടസ്സങ്ങൾ മാത്രം മുൻപിൽ നിൽക്കുമ്പോൾ, ചെന്നു മുട്ടുന്ന വാതിലുകൾ മുഴുവനും കൊട്ടിയടയ്ക്കപ്പെട്ട നിലയിൽ, ഒരു കാരണവശാലും ഒരു നന്മയും തുറക്കാത്ത നിലയിൽ വല്ലാത്തൊരു അരോചകത്വം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടാണോ താങ്കൾ കടന്നു പോകുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് ഇടപെടുന്നു. അതേ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. ദൈവത്തിന്റെ പക്കൽ അതിനൊരു മറുപടിയുണ്ട്. നോക്കേണ്ട വിധത്തിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ ആമേൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായി ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു വലിയ ദൈവപ്രവൃത്തി വാതിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മരുഭൂമിയിലായിരുന്നപ്പോൾ ജനം ചോദിച്ചു, ഞങ്ങൾക്ക് കഴിക്കാൻ തരാൻ കഴിയുമോ? പിറുപിറുത്തു. അവർക്ക് മന്ന കൊടുത്തു, അവർക്ക് കാണപ്പക്ഷിയെ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ വചനങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയാണ് പറയുന്നത്, അവരുടെ വസ്ത്രം പഴകിപ്പോകാതെ, ചെരുപ്പ് തേഞ്ഞു പോകാതെ, ആഹാരത്തിന് പ്രയാസം വരാതെ യഹോവയായ ദൈവം അവരെ പോറ്റി പുലർത്തുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ പറയാം, നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ നിരാശകളിൽ, നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ കൂടെ ആരുമില്ലാത്ത അനുഭവങ്ങളിൽ കൂടെ നിൽക്കുന്ന സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ. ഇവിടെ വായിച്ചത്, എരിഹോവിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പേ മന്ന നിന്നുപോയി. അതിൻ്റെ അർത്ഥം ഇനി മന്ന ആമിഷ്ടോത്രം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ മറ്റൊരു വഴി അവിടെ ഉണ്ട്. അവരെ പോറ്റി പുലർത്താൻ മറ്റൊന്ന് തുറന്നിട്ടാണ് അവിടെ മന്ന നിന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, വഴിയടഞ്ഞ് തടസ്സപ്പെട്ട് മുൻപോട്ട് പോകാൻ കഴിയാതെ വല്ലാത്ത സങ്കീർണ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് ആമേഷ്ണോത്ര ചിലരോട് ചോദിച്ചപ്പോൾ എനിക്ക് ആത്മഹത്യയല്ലെന്ന് മറ്റു വഴിയില്ല. ആമേഷ്ണോത്രം അങ്ങനെയുള്ള പ്രതിസന്ധികൾക്കകത്തൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഒരു വലിയ വഴി, വലിയൊരു വാതിൽ താങ്കൾക്ക് വേണ്ടി തുറന്നു തരാൻ കർത്താവ് സന്നദ്ധനാണ്. പ്രൈസ് ഗോഡ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. അവർ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്കല്ല, മനുഷ്യനെ അല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, ദൈവമുഖത്തേക്ക് നോക്കാൻ ഇന്ന് രാത്രി തീരുമാനമെടുക്കുക. ആ മിശ്രം ദൈവത്തിന്റെ കരം താങ്കൾക്ക് വേണ്ടി അടുത്ത മണിക്കൂറുകളിൽ ചലിച്ചു തുടങ്ങും. ദൈവത്തിന് ഇഷ്ടം. ആണ്ടവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. അതെ, ആ ആണ്ടിൽ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ഈ മിനിറ്റ് തൊട്ട് താങ്കൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ചലിച്ചു തുടങ്ങും. എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുക. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിപ്പിക്കണമേ എന്ന് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.